ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു മിക്സഡ് ജാറിലോട്ട് കുറച്ച് കടലയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കടല, അതായത് 1 കപ്പോളം കടല ഞാനൊന്ന് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ. ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തെടുത്താൽ മതി. അപ്പോൾ ദാണ്ടെ വെള്ളക്കടലയാണ്. നിങ്ങൾക്കിത് ബ്രൗൺ കളർ കടലയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ, കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് വെയിറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒന്ന് മാറ്റാം. ഇപ്പോൾ ദാണ്ട ഒരു 5 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാണ്ട നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന കടലയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട കടലയൊക്കെ ഇങ്ങനെ എടുത്ത് ഒന്ന് അമുക്കി നോക്കുമ്പോൾ നല്ല പോലെ ഇങ്ങനെ അമുങ്ങി പോണ ആ ഒരു പാകമാണ്. അവിടെ ഇതുപോലെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ അമുങ്ങി വരുമ്പോഴേക്കും ഇത് വെന്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം വരെയും വേവിച്ചെടുക്കണേ. ഇനി നമുക്ക് ഇത് ഈ ഉരുളക്കിഴങ്ങും ഇതിൽ നിന്ന് കുറച്ച് കടലയും നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇനി അതേ പാത്രത്തിലോട്ട് തന്നെ ഞാൻ ഈ കടലയിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടലയും ഉരുളക്കിഴങ്ങും ഒന്ന് തണുത്തിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറേ കശകശയും കൂടെ വന്നിട്ടുണ്ട്. വലിയ ജീരകത്തിനകത്ത് മിക്സ് ആയി കിടന്നതാണ് കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. ഒരു 3 ഗ്രാമ്പു ചേർക്കാം. ഇനി ഒരു 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇനി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഒന്ന് അരച്ച് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തൊന്ന് അരിഞ്ഞതാണ്. ഇനി കുറച്ച് ചെറിയ പീസ് ഇഞ്ചി എടുത്ത് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറി വരണം. അതുവരെയും ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അതാണ്ട് സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെയാണ് ഒന്ന് വഴറ്റേണ്ടത്. അപ്പോൾ ഇതുവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ കടല വേവിച്ചപ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പം ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജസ്റ്റ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അതാണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കടലയുടെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കടലയും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ കറി ഒരു ക്രീമി ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ കറി നല്ലപോലെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു സമയം ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിനി ഉപ്പൊന്നും ചേർക്കുന്നില്ല, എനിക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ കറി കണ്ടോ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ കടലക്കറി അധികം മസാലകളോ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. വളരെ കുറഞ്ഞ മസാല ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ അടിപൊളി ഒരു കടലക്കറിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു കടലക്കറി ഉണ്ടല്ലോ, ദോശേൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കടലക്കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. ഇനിയും നമുക്ക് ഒരുപാട് റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.